നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ MLA അവാർഡ് 2024 സംഘടിപ്പിച്ചു. ശക്തൻ തമ്പുരാന്റെ പ്രതിമ 2 മാസത്തിനകം പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി K. രാജൻ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു. SFI കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. 2023-24 അധ്യയന വർഷത്തിൽ SSLC, +2 തുടങ്ങി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്നതിനായി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് സംഘടിപ്പിച്ച MLA അവാർഡ് 2024 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 1300 വിദ്യാർത്ഥികളെയും 35 വിദ്യാലയങ്ങളെയും പുരസ്കാരം നൽകി ആദരിച്ചു. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കൊരട്ടി സ്വദേശി ദേവദർശൻ R. നായർ, കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് MA വേദാന്തത്തിൽ 2ാം റാങ്ക് നേടിയ ലിൻഡ ജോയ്സൺ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, സേക്രഡ് ഹാർട്ട് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഐറിൻ, വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഠിപ്പിക്കണം, അങ്ങേക്ക് പറ്റാതാവുമ്പോൾ മാത്രം റിട്ടയർ ചെയ്താൽ മതിയെന്ന്. അതാണ് അറിവിന്റെ വ്യത്യാസം. ഈ അറിവ് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഉണ്ട്. ഓരോ നൂറ്റാണ്ടിലുണ്ടാകുന്ന അറിവ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോവൽ ഹരാനി എന്ന് പറയുന്ന എഴുത്തുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോമോസേപ്പിയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. പുസ്തകം അങ്ങ് എഴുതിയാകുന്ന പേരാണ് ഞാൻ പറഞ്ഞത്. അതേ ലോകത്തെ ഏറ്റവും കൂടുതൽ റീഡർഷിപ്പ് ഉള്ള എഴുത്തുകാരാണ്. എന്താണ് ഹോമോസേപ്പിയൻസ്? നേടാൻ കഴിഞ്ഞ അതിന്റെ അഭിമാനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസമാണ് നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ കേരളവും നമ്മുടെ രാജ്യവും ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ കൊണ്ടാണ്. KSRTC വാഹനം ഇടിച്ചുകയറി തകർന്ന ശക്തൻ തമ്പുരാന്റെ തൃശൂരിലെ പ്രതിമ 2 മാസത്തിനകം പുതുക്കി പണിത് പുനഃസ്ഥാപിക്കുന്നതിന് സജ്ജമാക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. പുനർനിർമ്മാണത്തിന്റെ പകുതി ചെലവ് KSRTC വഹിക്കാമെന്ന് മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. പകുതി ചെലവ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് മന്ത്രിയോടൊപ്പമുണ്ടായിരുന്ന P. ബാലചന്ദ്രൻ MLA അറിയിച്ചു. ശില്പിയുടെ പ്രാവീണ്യവും മുൻപരിചയവും ശക്തൻ തമ്പുരാനെക്കുറിച്ചുള്ള അറിവുമാണ് കുന്നുവിള M. മുരളി തന്നെ മതി പ്രതിമ പുനർനിർമ്മിക്കാൻ എന്ന തീരുമാനത്തിൽ എത്തിയത്. ശില്പിയുടെ നേതൃത്വത്തിൽ പ്രതിമ തിരുവനന്തപുരത്ത് പാപ്പനംകോട് സിഡ്കോ വ്യവസായ പാർക്കിലേക്ക് മാറ്റുന്നതിനോടനുബന്ധിച്ചാണ് മന്ത്രി ശക്തൻ സ്റ്റാൻഡിൽ എത്തിയത്. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വർഗീസ് കണ്ടംകുളത്തിയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. സിഡ്കോയിൽ വെച്ചായിരിക്കും പുനർനിർമ്മാണം. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. വലതുവശത്തുകൂടി പോവുകയായിരുന്ന ചരക്ക് ലോറി മുന്നറിയിപ്പ് നൽകാതെ ഇടതുവശത്തേക്ക് ട്രാക്ക് മാറിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. ഇടതുവശത്തുകൂടെ പോവുകയായിരുന്ന ബൈക്ക് യാത്രികർ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ബൈക്കും യാത്രക്കാരെയും ഏതാനും മീറ്റർ വലിച്ചിഴയ്ക്കുന്നതും കാണാം. മലപ്പുറം വെളിയൻകോട് തെരുവത്ത് വീട്ടിൽ മജീദിന്റെ മകൻ 20 വയസ്സുള്ള മദ്സൂഖാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തൃശൂർ അണ്ടത്തോട് കൊപ്ര വീട്ടിൽ റസാഖിന്റെ മകൻ 20 വയസ്സുള്ള അജ്മലിന് പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച രാത്രി 10:45 സംഭവം. എറണാകുളത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായ ഇരുവരും പെരുന്നാൾ പ്രമാണിച്ച് വീടുകളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മത്സൂഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല.
പരിക്കേറ്റ അജ്മലിന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി. മത്സൂക്കിന്റെ സംസ്കാരം നടത്തി. റുമൈലയാണ് അമ്മ. സഹോദരങ്ങൾ മാജിദ, ജംഷി. SFI കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിപുലം മാഞ്ഞൂർ BBLP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. SFI കൊടകര ഏരിയ പ്രസിഡന്റ് EJ സൂര്യ അധ്യക്ഷത വഹിച്ചു. SFI കൊടകര ഏരിയ സെക്രട്ടറി ഷാനിദ് TS, CPIM നന്ദിപുലം ലോക്കൽ സെക്രട്ടറി ബെന്നി ചാക്കപ്പൻ, DYFI മേഖലാ സെക്രട്ടറി വിഷ്ണു ശിവരാമൻ, SFI ജില്ലാ കമ്മിറ്റി അംഗം VS അതിഥി, പ്രധാനാധ്യാപിക ഷീല എന്നിവർ സംസാരിച്ചു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ പിക്കപ്പ് ഇടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെ 4:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ പിക്കപ്പ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് തക്കാളിയുമായി പോയിരുന്ന പിക്കപ്പാണ് ചരക്ക് ലോറിയിൽ ഇടിച്ചത്. പിക്കപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. യുവജനങ്ങളിൽ ശാസ്ത്ര ചരിത്രബോധവും യുക്തിചിന്തയും വളർത്തുക, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശാസ്ത്രാവബോധം വളർത്തുക എന്നീ ലക്ഷ്യത്തോടെ യുവജനക്ഷേമ ബോർഡ് സംസ്ഥാനത്താകമാനം സംഘടിപ്പിക്കുന്ന ശാസ്ത്ര ക്യൂസിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ യുവജന കേന്ദ്രം കളക്ട്രേറ്റ് അനക്സ് ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല മത്സരത്തിൽ LFC HS ഇരിഞ്ഞാലക്കുടയിലെ AA ലക്ഷ്മി ദിയ, പ്രഭാവതി ഉണ്ണി എന്നിവർ വിജയികളായി. CJMA HSS വരതിരപ്പള്ളി സ്കൂളിലെ ആഞ്ചലോ ഷാജു, അലൻ ബാബു എന്നിവർ 2ാം സ്ഥാനം നേടി. 1ാം സ്ഥാനം ലഭിച്ചവർക്ക് 10,000 രൂപയും ട്രോഫിയും, 2ാം സ്ഥാനം നേടിയവർക്ക് 5,000 രൂപയും ട്രോഫിയും ADM T മുരളി സമ്മാനിച്ചു. ഹൈസ്കൂൾ തലത്തിൽ വിജയികളായവരെ ഉൾപ്പെടുത്തി നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികളാണ് ജില്ലാതല മത്സരത്തിൽ മാറ്റുരച്ചത്. ജില്ലാ കോർഡിനേറ്റർ VP ശരത് പ്രസാദ്, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ CT സബിത, യൂത്ത് കോർഡിനേറ്റർമാർ, ടീം കേരള അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എലിഞ്ഞിപ്ര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആശുപത്രി വികസന സമിതി യോഗം നടന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാൻറ്റി ജോസഫ്, MD ബാഹുലയൻ, വാർഡ് അംഗം ശകുന്തള വത്സൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജീവ്, DPM ഡോക്ടർ P സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിന് സമീപം കിച്ചൺ ഫ്രഷ് റെസ്റ്റോറന്റിന്റെ ജീവനക്കാരുടെ താമസ സ്ഥലത്ത് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. മുറിയിലെ AC ഇരുന്ന ഭാഗത്തുനിന്നും ജനാല വഴി പുക ഉയരുന്നത് കണ്ട സമീപത്തെ ഷോപ്പിലെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. തുടർന്ന് ഉടമകളെയും സമീപമുള്ളവരെയും അറിയിക്കുകയായിരുന്നു. ഉടനെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ദേശീയപാത പുതുക്കാട് സെന്ററിൽ അപകടത്തിൽപ്പെട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് 2 യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന സ്കൂട്ടർ സിഗ്നലിൽ വെച്ച് ഇടത്തോട്ട് തിരിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. സ്കൂട്ടറിന്റെ 2 വശങ്ങളിലുമായി ഒരു ടാങ്കർ ലോറിയും പിക്കപ്പ് വാനും കടന്നു പോകുന്നതിനിടെയാണ് അപകടം. 2 വാഹനങ്ങളിലും തട്ടിയ സ്കൂട്ടർ റോഡിലൂടെ നിരങ്ങി നീങ്ങുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രക്കാർ മറ്റു വാഹനങ്ങൾ ഇടിക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. നിസ്സാര പരിക്കേറ്റ യുവാക്കളെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. സ്കൂട്ടർ യാത്രക്കാരുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,620 രൂപ, പവന് 52,960 രൂപ. സ്വരം നിലാവിനെ വെല്ലും ചാരുതയ
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ MLA അവാർഡ് 2024 സംഘടിപ്പിച്ചു. ശക്തൻ തമ്പുരാന്റെ പ്രതിമ 2 മാസത്തിനകം പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി കെ രാജൻ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു. SFI കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.